10 അധ്യായം 1 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഉടമ്പടിയിൽ ഒപ്പുവച്ചവർ ഹക്കീലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹമ്യ, സെദേക്കിയ, പുരോഹിതന്മാർ സെറായ, അസറിയ, ജെറമിയ, പാഷൂർ, അമരിയ, മൽക്കിയ, ഹത്തൂഷ്, ഷബാനിയ, മല്ലൂക്ക്, ഹാരിം, മെറാബത്ത്, ഒബേദിയ, ദാനിയേൽ, ഗിനെദോൻ, ബാറൂഖ്, മെശല്ലൂം, അബിയ, മിയാമിൻ, മാസിയ, ബിൽഗായ്, ഷെമായ, ലേവ്യർ, അസാനിയയുടെ പുത്രൻ യശുവ, ഹെനാദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ബിനൂയി, കദ്മിയിൽ അവരുടെ സഹോദരന്മാർ ഷെബാനിയ, ഹോദിയ, കെലീത്ത, പെലായ, ഹനാൻ, മിഖ, റഹോബ്, ഹഷാബിയ, സക്കൂർ, ഷറേബിയ, ഷെബാനിയ, ഹോദിയ, ബാനി, ബനീനു, ജന നേതാക്കന്മാർ പരോഷ്, അഹദ്, മോവോബ്, ഏലാം, സത്തു, ബാനി, ബുന്നി, അഹ്ദാഫ്, ബേബായ്, അദോനിയ, ബിഗോയ്, അദ്ദീൻ, അദർ, ഹെസക്കിയ, അസൂർ, ഹോദിയ, ഹഷൂം, ബെസായ്, ഹാരീഫ്, അനാത്തോത്ത്, നേബായ്, മഗ്പിയാഷ്, മെഷല്ലാം, ഹെസീർ, മെഷേസബേൽ, സദോക്, യദുവ, പെലാത്തിയ, അനായ, പെഷയ, ഹനാനിയ, ഷബ്ഹു, ഹലോഷെ, ഇൽഹ, ഷോബേക്, റേഹൂം, ഹഷബനാബ്, മാസയ, അഹിയ, ഹനാൻ, ആനാൻ, മല്ലു, ഹാരി, ബന. ശേഷമുള്ള പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽക്കാവൽക്കാർ, ഗായകർ, ദേവാലയ സേവകന്മാർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശീയയിൽ നിന്ന് ദന്തം വിടർത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും അവരുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോട് കൂടി തന്റെ ദാസനായ മോശെ വഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്ന് ദൈവമായ കർത്താവിന്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കാമെന്നും മറിച്ചായ ശാപമേറ്റ് കൊണ്ടുകൊള്ളാമെന്നും ശപഥം ചെയ്തു. ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർ തങ്ങളുടെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല. 7 വർഷത്തെ വിളവോ കടം ഈടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും. കാഴ്ചയപ്പം, നിരന്തര ധാന്യബലി, നിരന്തര ദഹനബലി, സാപത്തുകൾ, അമാവാസികൾ, നിശ്ചിത തിരുനാളുകൾ, വിശുദ്ധ വസ്തുക്കൾ, ഇസ്രായേലിന് വേണ്ടിയുള്ള പാവപരിഹാര ബലികൾ എന്നിവയ്ക്കും ദൈവാലയ ശുശ്രൂഷകർക്കും വേണ്ടി പ്രതിവർഷം 1 ഷെക്കൽ നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ദേവാലയത്തിലെ ബലിപീഠത്തിൽ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് കുടുംബക്രമമനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ സമർപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവും നാൾക്കെട്ട് തീരുമാനിച്ചിരിക്കുന്നു. വയലിലെ ആദ്യ വിളവുകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിന്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദ്യ ജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെയും അടുത്ത നിയമപ്രകാരം കൊണ്ടുവന്നു കൊള്ളാമെന്നും ധ്യാനം കൊണ്ടുള്ള അപ്പവും വൃക്ഷഫലങ്ങൾ, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ എത്തിച്ചു കൊള്ളാമെന്നും കാർഷിക വിഭവങ്ങളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേവ്യരുടെ അടുത്ത് ഏൽപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ലേവ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹറോന്റെ പുത്രനായ പുരോഹിതൻ അവരോടൊത്തുണ്ടായിരിക്കണം. ലേവ്യർ ദശാംശത്തിന്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേവ്യരുടെ കൂടെ ദേവാലയ ശുശ്രൂഷകരുമായ പുരോഹിതന്മാരും പടികാവൽക്കാരും ഗായകന്മാരും താമസിക്കുന്നതും ശ്രീകോവിലിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായ മുറികളിലേക്ക് കൊണ്ടുവരണം. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തെ അവഗണിക്കുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.